രേണുസുതി ഉണ്ടെങ്കിൽ സുധിയെ കല്യാണം കഴിച്ചത് രണ്ടാമതാണ് എന്നുള്ള രീതിയിൽ കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി വളരെ വലിയ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വേറെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നിന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ രേണു അതിന് മറുപടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് രേണു ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന സമയത്ത് ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് ഓൺലൈൻ മീഡിയ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനി ഒരു രണ്ടാമതൊരു കല്യാണം കഴിക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് രേണു പറഞ്ഞത് രണ്ടാമതല്ല, അങ്ങനെയാണെങ്കിൽ മൂന്നാമതായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണു പറഞ്ഞൊന്ന് കേട്ട് നോക്കൂ. നിങ്ങൾ പറയുമ്പോൾ പോലും അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റിൽ മെയിനായിട്ടുള്ള സംഭവം, ചേച്ചി ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ രേണുസുതി മൂന്നാമതാണെങ്കിലും ഈ രേണുസുതി എന്നുള്ള കേട്ടല്ലോ, രേണു തന്നെ പറയുവാണ് ഞാനിപ്പോൾ മൂന്നാമതാണ്, അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കുന്നത്. അതിനർത്ഥം സുധി രണ്ടാമതാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. ഇതിനു മുമ്പ് സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചു എന്നുള്ളൊരു കാര്യം രേണു തന്നെ സമ്മതിക്കുവാണ്. കുറേയധികം ഓൺലൈൻ മീഡിയാസ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും സുധിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറേയധികം പേര് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റു ചിലരില്ല വിശ്വസിച്ചിട്ടുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രേണു തന്നെ ഇപ്പം പറയുന്നത്, ഇപ്പം ഞാൻ ആദ്യമേ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. ഈ ഒരു ചോദ്യം മെയിനായിട്ട് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പേര് മാറ്റുമോ? കാരണം സുധിയുടെ പേര് വെച്ചിട്ടാണല്ലോ രേണു ഇങ്ങനെ കറങ്ങി നടക്കുന്നതൊക്കെ. അപ്പം വേറെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പേര് മാറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന സമയത്ത് രേണു പറഞ്ഞൊരു കാര്യം, ഇപ്പം ഈ ഒരു നിമിഷം വരെ ഞാൻ രേണു സുധി എന്നാണ്, സുധിച്ചേട്ടൻ്റെ ഭാര്യ തന്നെയാണ്. ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പേര് മാറ്റും എന്നുള്ള രീതിയിൽ രേണു ആ ഒരു ഓൺലൈൻ മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.